ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ ജഡ്ജി അറിഞ്ഞില്ലെങ്കിൽ നീതി നടപ്പാക്കാനാകില്ലെന്ന് ജസ്റ്റിസ് കെമാൽ പാഷ. ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് കെമാൽ പാഷ. രാജാവ് പത്മനാണെന്ന് വിളിച്ചു പറയാൻ ആരെങ്കിലുമൊക്കെ വേണ്ടത്. മറുപടി പറയാൻ അറിയാത്തത് കൊണ്ടല്ല ജഡ്ജസ് മറുപടി പറയാത്തത്. ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി ഞാൻ നിങ്ങളിലേക്ക് വരുന്നു. എല്ലാവരുടെയും കണ്ണ് നനയിക്കാവുന്ന ഒരു വാർത്ത, കണ്ണ് നനയിക്കുന്ന ഒരു വാർത്ത ഇന്നലെ കാണാനിടയായി. വളരെ സങ്കടമുണ്ട്. ഒരു 30 വയസ്സുകാരിയായ അവിവാഹിതയായ ഒരു യുവതി അത് അതിൻ്റെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ചു. അതാരെ അധ്യാപികയായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളിലേക്ക് കടന്നു പോകുമ്പോഴാണ് അതിൻ്റെ സീരിയസ്നെസ് നമുക്ക് മനസ്സിലാകുന്നത്. ഈ യുവതിക്ക് അത് ക്വാളിഫൈഡ് ആണ്, ടീച്ചറായിട്ട് അധ്യാപികയായിട്ട് LP സ്കൂളിൽ വർക്ക് ചെയ്യാം. അങ്ങനെ അത് ജോലി നോക്കി നടന്നപ്പോൾ അതായത് താമരശ്ശേരി രൂപത കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു സ്കൂളിൽ ഒരു വേക്കൻസി ഉണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ ആ ജോലിക്ക് ചെന്നപ്പോൾ ഒരു 13 ലക്ഷം രൂപ അതിന് പണം വാങ്ങി. അതായത് ഈ ജോലി കൊടുക്കാനുള്ള പണമായിട്ട് 13 ലക്ഷം രൂപ വാങ്ങിക്കൊണ്ട് ജോലി കൊടുത്തു. അപ്പോൾ ഇതറിയുന്നില്ല, ഈ ജോലി ശരിയായ ജോലിയാണോ അല്ലയോ എന്നൊന്നും അറിയില്ല. പക്ഷേ 13 ലക്ഷം രൂപ വാങ്ങിക്കൊണ്ടാണ് ഈ ജോലി കൊടുത്തത്. ഇത് വാങ്ങാനുള്ള അർഹത ഇവർക്ക് എന്താണ് അവകാശം? എയ്ഡഡ് സ്കൂളാണ്. ഇവരുടെ കയ്യിൽ നിന്ന് 5 രൂപ ശമ്പളം കൊടുക്കണ്ട. ശമ്പളം കൊടുക്കുന്നത് ഗവൺമെൻറ്റാണ്. പിന്നെ എന്തിനാ ഈ പണം വാങ്ങുന്നത്? ഇത് ഞാൻ ഒരുപാട് നാളുകൊണ്ട് ചോദിക്കുന്ന ചോദ്യമാണ്. മാത്രമല്ല, ഇവിടെ എന്നൊക്കെ പറഞ്ഞാൽ ഇതിനൊന്നും സംവരണമൊന്നുമില്ല. അവിടെ ഈ സംവരണമൊന്നും ശരിയായ രീതിയിൽ നോക്കിക്കൊണ്ടല്ല അവിടെയൊക്കെ ജോലി കൊടുക്കുന്നത്. ഒരു വേക്കൻസി വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ളവരാക്കി കൊടുക്കും. എയ്ഡഡ് സ്കൂളുകളും എല്ലാ മാനേജ്മെൻറ്റുകളും ചെയ്യുന്ന പണിയാണ്. നല്ല എമൗണ്ട്, ഇപ്പോൾ ഈ 13 ഇവർ വാങ്ങിയിട്ടുള്ളൂ. 13 എന്നൊക്കെ പറയുന്ന ഒരു ചെറിയ തുകയാണ്. അതൊന്നും അല്ല ഇപ്പോൾ വാങ്ങുന്നത്. വളരെ വലിയ തുകകളാണ് വാങ്ങിക്കൊണ്ട് കൊടുക്കുന്നത്, ജോലി കൊടുക്കുന്നത്. അപ്പോൾ ഈ യുവതിക്ക് ഇത് മനസ്സിലായില്ല, ഇതിൻ്റെ കുഴപ്പം എന്താണെന്ന്. ആ വേക്കൻസി എന്ന് പറയുന്നത് ഉണ്ടായിരുന്നത് അവിടുത്തെ ഒരു ടീച്ചർ, അതായത് ഇത് ഈ ആദ്യം കട്ടിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ്. ആ കട്ടിപ്പാറ എന്ന് പറയുന്ന അവിടുത്തെ LP സ്കൂളിലാണ് ആ ജോലിക്ക് വിളിച്ചേക്കുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഒരു ടീച്ചർ വിദേശത്ത് പോകാനായിട്ട് അവധി എടുത്തുകൊണ്ട് പോയി, ലോങ് ലീവ് എടുത്തു പോയി. 5 വർഷത്തെ അവധി. അപ്പോൾ 5 വർഷത്തെ വേക്കൻസി ഉണ്ടല്ലോ, ലീവ് വേക്കൻസിയാണ്. അതിലേക്ക് പെർമനൻ്റ് ആയിട്ടുള്ള അപ്പോയിൻമെൻ്റ് എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. അപ്പോൾ ഇവർ ജോലിക്ക് ചേർന്ന് കഴിഞ്ഞപ്പോൾ ഈ മാനേജ്മെൻറ്റ്, അതായത് രൂപതയും ശ്രമിച്ചില്ല ഇത് ശരിയാക്കിയെടുക്കാൻ, ഗവൺമെൻറ് ശരിയാക്കി കൊടുക്കാൻ ശ്രമിച്ചതുമില്ല. ഏതായാലും ശരി, 4 വർഷത്തോളം 5 രൂപ ശമ്പളമില്ലാതെ ഈ യുവതി അവിടെ ജോലി ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടുന്ന് അതിന് യഥാർത്ഥത്തിൽ മനസ്സിലായി, പിന്നെ അവിടെ ജോലി കിട്ടത്തില്ല. അപ്പോഴത്തേക്ക് മറ്റേ സ്ത്രീ തിരികെ വന്നു. ലീവ് എടുത്തുകൊണ്ട് പോയ ആൾ തിരികെ വന്നപ്പോൾ ഇവിടെ വേക്കൻസി ഇല്ല. അപ്പോൾ ഈ രൂപതയ്ക്ക് ഒരുപാട് സ്കൂളുകളുണ്ട് ഇതിൻ്റെ കീഴിൽ. ഇതുപോലെ എയ്ഡഡ് സ്കൂളാണ്. കോടഞ്ചേരിയിലുള്ള LP സ്കൂളിലേക്ക് ഇതിനെ ട്രാൻസ്ഫർ കൊടുത്തു. ട്രാൻസ്ഫർ കൊടുത്തപ്പോൾ അവിടെയും ശമ്പളമില്ല, വെറുതെയാണ്. 4 വർഷം ഇവിടെ ശമ്പളമില്ല. എന്നിട്ട് പോകാൻ വേണ്ടി, ഇതിന് ജോലി കൊടുക്കാൻ വേണ്ടി ഒരു വ്യവസായം കൂടെ വെച്ചു. അതായത് ഈ 4 വർഷത്തെ യാതൊരു ആനുകൂല്യം എനിക്ക് വേണ്ട എന്നുള്ളത് എഴുതി വാങ്ങി ഇതിൻ്റെ കയ്യിൽ നിന്ന്. ഇവർക്ക് ആരെ അധികാരം കൊടുത്തു? ഇതല്ലേ ഏറ്റവും വലിയ ഭീഷണിയല്ലേ? അല്ലെങ്കിൽ അതിന് ജോലിയില്ല, അതുകൊണ്ട് ഇത് എഴുതി കൊടുത്തു, എനിക്കൊന്നും വേണ്ടെന്ന്. അതും വാങ്ങിച്ചിട്ടാണ് ഇതിനെ കോടഞ്ചേരിയിലേക്ക് മാറ്റുന്നത്. അപ്പോൾ കോടഞ്ചേരി സ്കൂളിലേക്ക്, LP സ്കൂളിലേക്ക് മാറ്റി. അപ്പോൾ അവിടെ ചെന്ന് ഇതുപോലാണ്. അപ്പോൾ അതിന് അവിടെ ജോലിയൊന്നും കിട്ടത്തില്ല, ഒരു ശമ്പളവും ഇല്ല, ഒന്നുമില്ല. ആരെങ്കിലും അധ്യാപകരുടെ നിന്നൊക്കെ ഇച്ചിരി കാശൊക്കെ കടം വാങ്ങി, യാത്രക്കൂലെങ്കിലും വേണ്ടേ? ഇത് വീട്ടിൽ നിന്ന്, മറ്റേത് വീടിനടുത്തായിരുന്നു ഇത് കട്ടിപ്പാറ സ്കൂള്.
നേരെ മറിച്ച് ഈ കോടഞ്ചേരി സ്കൂൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വീട്ടിൽ നിന്ന് 25 കിലോമീറ്റർ യാത്ര ചെയ്യണം, എന്നിട്ട് അങ്ങനെ പോകണം. അങ്ങനെ പോയാണ് ആ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. ഒന്നുമില്ലാതെ അവസാനം ഉണ്ടല്ലോ, ഇതങ്ങ് നിരാശയായിരുന്നു. ഇത് ഡിപ്രഷനിലേക്ക് നയിക്കും. കാരണം ഒന്നും ശമ്പളമില്ല, ജോലിയില്ല, അത് കിട്ടുന്നില്ല, അതിൻ്റെ ജോലി ശരിയായി കിട്ടുന്നില്ല, അതിന് മാനേജ്മെൻറ്റ് ശ്രമിക്കുന്നില്ല, കാരണം പാവപ്പെട്ടതാണ്, ഒന്നുമില്ല, അതിൻ്റെ ഇത് കിട്ടാനുള്ളത് വാങ്ങിക്കൊണ്ട് അവരവിടെ കയറ്റി വെച്ചു, തീർന്നു. ഇത് ഗവൺമെൻറ് ഈ കാര്യത്തിൽ ശ്രദ്ധിച്ചതുമില്ല. ഏതായാലും AEO വഴി അപേക്ഷയൊക്കെ കൊടുത്തതാണ്. പക്ഷേ ഓരോ കാരണം പറഞ്ഞിട്ട് ആ അപേക്ഷ നിരസിക്കുകയായിരുന്നു അതിനാദ്യം. അപ്പോൾ അതിന് ജോലി അതിന് കിട്ടിയില്ല. അപ്പോൾ ഇത്രയും നാൾ ശമ്പളമില്ലാതെ ജോലി ചെയ്തു, ഇത്രയും രൂപ അതിന് ആകപ്പാടെ പോയി. അവിവാഹിതയാണ്, അതിൻ്റെ വിവാഹം പോലും നടന്നിട്ടില്ല, പാവങ്ങളാണ്. അവസാനം ഒരു നിവൃത്തിയില്ല, അത് ആത്മഹത്യയിലേക്ക് അതിനെ നയിച്ചു. അപ്പോൾ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല, അത് ശരിയാണ്, നമ്മളെല്ലാം പറയും. പക്ഷേ ഒന്നുമില്ലാതെ ജീവിതം വഴിമുട്ടുമ്പോൾ, മുമ്പോട്ട് ഉള്ളൊരു മാർഗമില്ലാതെ വരുമ്പോൾ ആളുകൾ തിരഞ്ഞെടുക്കുന്ന ഒരു വഴി ഈ യുവതിയും തിരഞ്ഞെടുത്തു. അത് തന്നെ ഉള്ളൂ അവിടെ. അതിൻ്റെ ജീവിതം വഴിമുട്ടി, ഒരു മാർഗമില്ല, ജീവിതത്തിൽ ഒന്നും ഇനി ആശിക്കാനില്ല, ഒന്നും കിട്ടാനില്ല എന്നൊരു തോന്നൽ വന്നു. അത് അൾട്ടിമേറ്റ് ഡിപ്രഷനിലേക്ക് പോയി വന്നതാണ്. പക്ഷേ ഇങ്ങനെയുള്ള ആളുകൾ ഒന്ന് ശ്രദ്ധിക്കണം, ഒരിക്കലും ആത്മഹത്യ ചെയ്യരുത്. ഇതിനെതിരെയൊക്കെ ഈ സമൂഹത്തിലെ തിന്മകൾക്കെതിരെ നിങ്ങൾ പൊരുതണം. ഒട്ടി വയറുമായിട്ട് പൊരുതുമ്പോൾ എത്ര നാളത് പറ്റും എന്നുള്ളത് മറ്റൊരു കാര്യം, അതും ചിന്തിക്കേണ്ടതാണ്. പിന്നെ ഇനി അല്പമെങ്കിലും ഒരു മനുഷ്യത്വം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ എനിക്ക് ഈ രൂപതയോട്, അതായത് താമരശ്ശേരി രൂപതയോട് എനിക്ക് പറയേണ്ട ഒരു ഒറ്റ കാര്യമുള്ളൂ. ഈ 13 ലക്ഷം രൂപ അതിൻ്റെ ഇന്ന് വാങ്ങിയില്ലേ, പലിശ വേണ്ട. നിങ്ങൾ ആ പണമെങ്കിലും ആ വീട്ടുകാർക്ക്, അച്ഛനും അമ്മയ്ക്ക് തിരിച്ചു കൊടുക്കുക. കാരണം അവരൊന്നും ഇല്ലാത്തവരാണ്, പാവങ്ങളാണ്. അതെങ്കിലും തിരിച്ചു കൊടുക്കുക. അതല്ലാതെ വേറെ എന്തായിരിക്കും ഇതിനെക്കുറിച്ച് നമ്മൾ എന്താ പറയുന്നത്? ഇനി ഈ എയ്ഡഡ് സ്കൂളുകൾ നമ്മൾ നോക്കണം. ശമ്പളം സർക്കാർ കൊടുക്കും, പക്ഷേ അപ്പോയിൻമെൻ്റ് അധികാരം മാനേജർമാർക്കാണ്. അവർ അപ്പോയിൻ്റ് ചെയ്യും. അപ്പോയിൻ്റ് ചെയ്യുന്നതൊന്നും നേരെയുള്ള അപ്പോയിൻമെൻ്റ് അല്ല. ഇത് ഞാൻ പണ്ടും പറഞ്ഞിട്ടുള്ളതാണ്. ഇത് PSCക്ക് വിടണം. ഇവിടെ അങ്ങ് PSC നമ്പർ ഇഷ്ടംമാതിരി ഉണ്ടല്ലോ. ഒരു ജോലി ഇല്ലാതെ 21 പേരെ ഇരിപ്പുണ്ട്. ഒരു കാര്യം ചെയ്യുക, ഈ 21 എണ്ണത്തിന് വീതിച്ച് ഈ എയ്ഡഡ് സ്കൂളുകളിലെ അപ്പോയിൻമെൻറ്റും കൂടെ ഇവർക്കൊന്ന് കൊടുക്കണം. വേക്കൻസി ഉണ്ടോ അവിടെ PSCക്ക് റിപ്പോർട്ട് ചെയ്യണം, അവിടെ നിന്ന് കൊടുക്കണം. അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ലീവ് വേക്കൻസി ആണെങ്കിൽ എംപ്ലോയ്മെൻറ്റിലെങ്കിലും അത് റിപ്പോർട്ട് ചെയ്യണം. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലെങ്കിലും റിപ്പോർട്ട് ചെയ്യണം. എത്രയോ പാവങ്ങൾ കാത്തിരിക്കുന്നുണ്ട് ജോലി കിട്ടാൻ, നിയമനം, ഇത് എന്തെങ്കിലും ഒരു ജോലിക്ക്. ഏതായാലും ഈ അലീന ബെന്നിയുടെ ആ മരണം എൻ്റെ മനസ്സിനെ വല്ലാതെ ഉരച്ചിട്ടുണ്ട്. കഷ്ടമാണ്, എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലുള്ള അഭ്യസ്തവിദ്യരായ ധാരാളം യുവതി-യുവാക്കൾ നമ്മുടെ നാട്ടിൽ കാത്തിരിപ്പുണ്ട്, ജോലി കാത്തിരിപ്പുണ്ട്. നിങ്ങളൊക്കെ ഒന്ന് സർക്കാർ ഒന്ന് കനിയണം അവരുടെ അടുത്ത്. അവർക്ക് എന്തെങ്കിലും കൊടുക്കണം. രാഷ്ട്രീയമോ മതമോ ഒന്നും നോക്കരുത് ആ കാര്യത്തിൽ. ഒരു നിവൃത്തിയില്ലാത്ത ആളുകൾക്ക് അവർക്കൊരു അത്താണിയായിട്ട് മാറേണ്ടത് സർക്കാരാണ്, ചെയ്തു കൊടുക്കണം. അതാണ് വേണ്ടത്.